ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇവാറയാൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ ഇവാറയാൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹായ് ഫ്രണ്ട്സ് മാത്രം പറഞ്ഞു പോലാണ്. അങ്ങനെ അതാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ ഒപ്പൻ്റെ ആണ്ടാണ്, അപ്പോൾ അവിടെ പോണ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഈ വീഡിയോയിൽ. അതിനതാ ഞാൻ മെയിനായിട്ട് കുക്കറി ഷോ അങ്ങനത്തെ ഒരു ചാനലല്ല എൻ്റേത്. ഞാനൊരു റൂട്ടീന്, വീട്ടിലത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പം മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ പരിചയപ്പെടുത്തണമെന്നില്ല. ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അങ്ങനെ 4 മണിക്കൂർ ഞാൻ ആ പച്ചരി കുതിർത്താൻ വെച്ചിരുന്നു. അതും ജീരകവും തേങ്ങയും ചോറും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് അരിച്ചെടുത്ത് ചൂടാക്കി ശർക്കര ഉണ്ടാവുമല്ലോ, അത് ഞാൻ നല്ലോണം തിളച്ച പാടന്നെ ആ മാവിലേക്ക് ഒഴിച്ചു നല്ലോണം ഇളക്കി കൊടുത്തു. അങ്ങനെ ഞാനിതാ തേങ്ങയും ചെറിയുള്ളിയൊക്കെ നെയ്യിൽ നല്ലോണം മൂപ്പിച്ചെടുത്ത്, എന്നിട്ട് ബാറ്ററി നല്ല ലൂസായിരിക്കണം കേട്ടോ. അങ്ങനെ ആ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു ഒരു 10-25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുക. അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞല്ലോ, അത് റെഡിയായി വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ എനിക്കുണ്ട്. ബാക്കിയൊക്കെ ഞാൻ അവർ കഴിക്കും പറയാം, അത് വേറെ കാര്യം. അങ്ങനെ ഞാനിതാ മക്കളൊക്കെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോകാൻ ഈവനിങ് ആയിന്, അപ്പോൾ പോകാനുള്ളൊരു ടൈമൊക്കെ ആയി വന്നിട്ടുണ്ട്. രാത്രിയാണ് പരിപാടി. അങ്ങനെ ആ മക്കളൊക്കെ ആയിട്ട് ഒരുക്കി. നല്ല ബുദ്ധിമുട്ടാണ് രണ്ടുപേരെയും നല്ലോണം ഒരുക്കി എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചാൽ ഞാൻ അധികം ഇങ്ങോട്ടും പോകലില്ല. ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകലുള്ളൂ. അങ്ങനെ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ റെഡിയായി. അങ്ങനെ മക്കൾ ഇപ്പോൾ വന്നപ്പോൾ ഉപ്പൻ്റെ കൂടെ പോയിട്ടോ, നേരത്തെ പോയി. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അതുകൊണ്ട് മെല്ലെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവിടെ വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ അതാ മക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, ആദ്യം എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം ഓടി വരികയാണ് മോള്. അങ്ങനെ ഇതാ അമ്മ ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ കടായും തന്നെ കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട്ടിൽ പോയ ടൈമിൽ ഉമ്മ അതാ ഉണ്ടാക്കി. അപ്പോൾ അന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഇതാ പായസമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിക്സഡ് പായസമായിരുന്നു, എന്തൊക്കെയോ ചെറുപയർ പരിപ്പ് പിന്നെ സാബുനരി അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു പായസം. അങ്ങനെ അനിയത്തിയൊക്കെ വന്ന് അനിയത്തിൻ്റെ കൂടെ മക്കളൊക്കെ കഴിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് ഉപ്പ വന്നു. അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ഓൾമോസ്റ്റ് ഫുഡ് റെഡി ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി മാങ്ങയൊക്കെ ചെത്തി മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളെന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന്. ഇതാ ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ അനിയനാണ്, ഇപ്പം എൻ്റെ അനിയൻ്റെ മോന്, പിന്നെ ഇതാ ഇക്കാക്ക വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോനിതാ ഇപ്പോൾ വന്നാൽ ഭയങ്കര നാണാട്ടോ പെട്ടെന്ന് കാണുമ്പോൾ, അത് ഞാൻ പ്രത്യേകം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അവർക്കൊക്കെ പായസം കൊടുത്തു. അത് അവരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും, നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അതാ ഉസ്താദൊക്കെ വന്നു, ഉപ്പ വന്നു. ഇനി അവർ പരിപാടി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ അവരുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതൊക്കെ എല്ലാവരും കഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇതിൻ്റെ എൻഡിങ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അതൊന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, വളരെ കുറച്ച് ബുദ്ധിമുട്ടായിന് അന്നേരം. ആ ടൈമിലൊക്കെ മക്കളായിട്ട് ഇങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇനി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കേട്ടോ. കഴിയുന്നതും സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിക്കാനൊക്കെ ഒരുങ്ങാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കമൻറ്റൊക്കെ കുറവാണ്, കമൻറ്റ് ഇടുക കേട്ടോ എല്ലാവരും. അങ്ങനെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം.